ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാംനേ തൃതീയോധ്യായേ പഞ്ചമി ശ്ലോകഃ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃ കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ഏതൊരാളും ഒരിക്കൽ പോലും അല്പനേരത്തേക്കാണെങ്കിൽ കൂടി പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല. എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായിട്ട് കർമ്മം ചെയ്തു പോകുകയാണ്. നാമത്തിലേക്ക് വരാം. നാമം 519. മുദ്ഗൗദനാസക്ത ചിത്ത. മുദ്ഗമായിട്ടുള്ള ഓദനത്തിൽ ശക്തമായിട്ടിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ മുദ്ഗൗദനാസക്ത ചിത്ത എന്ന് വിശേഷിപ്പിക്കുന്നു. മുദ്ഗ എന്നാൽ ചെറുപയർ എന്നാണ് അർത്ഥം. ഒപ്പം തന്നെ ഉഴുന്നിനെയും മുദ്ഗ എന്ന് പറയും. കൂടാതെ അടപ്പ്, ഒരു കടൽ പക്ഷി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഓദന എന്നാലോ ചോറ്. കൂടാതെ ഭക്ഷണം, മേഘം, ഖരാവസ്ഥയ്ക്കും ദ്രാവകാവസ്ഥയ്ക്കും ഇടയ്ക്കുള്ള ഭക്ഷണം, അതായത് കഞ്ഞി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ആസക്ത എന്നാൽ പെട്ടെന്ന് സ്പഷ്ടമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം, ആസക്തിയോടെ ഇരിക്കുന്നത്. അങ്ങനെ അസ്ഥി എന്ന ധാതുവിനെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണം അനാവൃതമായിരിക്കുകയാണ്. ചെറുപയറിൻ്റെ ഭക്ഷണം, തവിട് നീക്കാത്ത അന്നം, ഉഴുന്നു ചേർത്ത ഭക്ഷണം, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. ഇവിടെ പയറ് എന്ന അർത്ഥം മാത്രം എടുക്കുമ്പോൾ ഏത് കാലത്തും ഏതു പ്രായക്കാർക്കും കഴിക്കാവുന്ന ഭക്ഷണമാണ് പയർ, അല്ലേ? അതിൽ തവിട് നീക്കാത്ത ചോറും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള വേറൊരു കാര്യം. മിതമായ അളവിൽ എല്ലാ പ്രായക്കാർക്കും ഈ ഭക്ഷണങ്ങൾ ഭൂഷണം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇതിൽ തന്നെ ചെറുപയറിൻ്റെ മേന്മകളൊക്കെ വിവരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കില്ല. അത്രമാത്രം മേന്മകളെന്നുണ്ട്. ബാലക്ഷയം മുതലായ വ്യാധികൾക്ക് കുട്ടികൾക്ക് ചെറുപയർ ശർക്കരയിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ ചോറും ചെറുപയറും ചേർത്തിട്ടും കഞ്ഞിയും പുഴുക്കുമൊക്കെ ആയിട്ടും ഈ ഭക്ഷണങ്ങൾ ധാരാളം ഒരു കാലത്ത് കഴിച്ചിരുന്നു. ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നും അത് എത്രമാത്രം ആരോഗ്യദായകമാണ് എന്നും ഈ നാമങ്ങൾ ചെറുതായിട്ടൊന്നുമല്ല നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരോ ചര്യകളാണ് ഇതിലൂടെ അനാവൃതമാകുന്നത് എന്നത് എപ്പോഴും മനസ്സിലോർത്ത് വെക്കേണ്ട കാര്യമാണ്. എങ്ങോ ഇരിക്കുന്ന ഒരു ദേവിയല്ല നാം ആരാധിക്കുന്നത്. നമ്മുടെ കൂടെ തന്നെയുള്ള, നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ അന്തരാത്മാവിനെ ഉദ്ദീപിപ്പിക്കുന്ന ആ ശക്തിയെയാണ് നാം ദേവിയായിട്ട് വിവിധ അലങ്കാരങ്ങളോടെ ആദരിക്കുന്നതും ആചരിക്കുന്നതും ആരാധിക്കുന്നതും. അതിപ്പോഴും ഓർക്കണം. കഥയിലേക്ക് വരുമ്പോഴോ മുദ്ഗൗദനത്തിൽ അസക്തയായ ദേവിയെ കൂടെ വീക്ഷിക്കാം. മനസ്സിലായില്ലേ? അസക്ത എന്ന ശക്തി ഇല്ലാത്തത് എന്നും പറയാം. കാരണം വരദാ മുതലായ ദേവിമാർ പരാശക്തിയെ സന്ദർശിച്ചപ്പോൾ ശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ ചെറുപയറും ശ്രാണായുമാണ് ഉപഹാരമായിട്ട് നൽകിയത്. ശ്രാണ എന്നാൽ നാം നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, കഞ്ഞി. പക്ഷേ ഇത്രയും പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടും ദേവി അതെല്ലാം ആ ആനയ്ക്കായിരുന്നു നൽകിയത്. കാരണം എന്താണ്? ഒരു ജീവി അവിടെ സുഖമില്ലാതെ അവശനായിട്ട് കിടപ്പുണ്ട്, അതിന് ത്രാണം കൊടുക്കണം. അങ്ങനെ ആ ഭക്ഷണമൊക്കെ ദേവി ആനയ്ക്ക് നൽകി. ഇപ്പോഴോ ആ ആന അവശനേ അല്ല, ദേവിയുടെ പരിചരണത്താൽ അത് പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ മറ്റു ദേവതമാരുടെ സാന്നിധ്യവും ആനയ്ക്ക് ആരോഗ്യദായകം തന്നെയാണ്. തനിക്ക് ഇത്രയ്ക്ക് പ്രിയപ്പെട്ട ഭക്ഷണം ആ കാന്താരത്തിൽ ലഭിച്ചിട്ടും അത് ആ ആനയ്ക്ക് നൽകുവാൻ മനസ്സ് കാണിച്ച ദേവിയെ മുഗ്ധോദനത്തിൽ അസക്തയായ ചിത്തമുള്ളവളെ എന്ന് വിശേഷിപ്പിക്കുവാൻ അരുണാദേവിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടേ ഉണ്ടാകില്ല. എപ്പോൾ പലർക്കായിട്ട് ജീവിക്കുന്നവർ അങ്ങനെയാണ്, അല്ലേ? ഇനി നമുക്ക് ആനുഷംഗികമായിട്ടൊരു കാര്യം കൂടെ പങ്കുവയ്ക്കാം. ശ്രാണ എന്ന് പറഞ്ഞല്ലോ. ഈ ശ്രാണയെപ്പറ്റി മഹാകവി കാളിദാസൻ്റേത് എന്ന് കരുതപ്പെടുന്ന രസകരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. എന്താണെന്നറിയോ?
അംഗജതാപനിഹന്ത്രീ സമുചിതലാവണ്യസമ്പദാ മധുര അധരാമൃതോ വദംശക ശ്രാണ ശോണാധരീവ രമണീയ. അർത്ഥം ഇങ്ങനെയാണ്: കഞ്ഞി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഹൃദ്യമായ കൂട്ടുകറിയോടൊപ്പം സേവിക്കുമ്പോൾ അധരത്തിനത് അമൃതാകുകയും അധരത്തിനെ മനോഹരിയാക്കുകയും ശരീരക്ഷീണത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് മറ്റൊരു വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട് കേട്ടോ. മാരതാപം ശമിപ്പിക്കുന്നതിനോടൊപ്പം അധരത്തിന് അമൃത് പോലുള്ള ഉപദംശകം കൂടെ പ്രദാനം ചെയ്യുന്ന സുന്ദരി ഉചിതമായ ലാവണ്യ ഗുണങ്ങളാൽ ശ്രാണയെപ്പോലെ ശ്രേഷ്ഠയാണ് എന്നത്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല, നാം അവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ഭക്ഷണങ്ങളുടെ മഹാത്മ്യം ഓരോ സമയത്തും അറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ നാമം പെയ്തു തോരേണ്ടത്. നമസ്കാര ശബ്ദം. ഓം മുദ്ഗൗദനാസക്തചിത്തായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം